ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചതായി ഇസ്രയേൽ അറിയിച്ചു. ടെഹ്റാനിൽ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനെതിരെയാണ് ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇസ്രയേലാണ് ഇപ്പോൾ അത് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ടെഹ്റാനിലാണ് സ്ഫോടനങ്ങൾ നടന്നതായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാനെതിരെ ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതായിട്ടുള്ളൊരു റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ടെഹ്റാനിലും പലയിടത്തുമായി മിസൈലുകൾ പതിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് തന്നെ ഇത്തരത്തിലൊരു ആക്രമണത്തിൽ വലിയൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചതായാണ് ഇസ്രയേൽ അറിയിക്കുന്നത്. ടെഹ്റാനിലും മറ്റു ഭാഗങ്ങളിലുമൊക്കെ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ഇസ്രയേൽ പ്രതിരോധ സേന അപ്രതീക്ഷിതമായ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ശക്തമായ സ്ഫോടനങ്ങൾ നടന്നതായാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഔദ്യോഗിക മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രയേൽ മാധ്യമങ്ങളും ഈ ഒരു ആക്രമണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളാണ് ഇവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇസ്രയേലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിന് മറുപടിയായി ഇറാൻ മിസൈൽ ആക്രമണം നടത്താനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇസ്രയേൽ തങ്ങളുടെ പൗരന്മാർക്കൊക്കെ കർശനമായ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെഹ്റാനിലും പലയിടങ്ങളിലുമായി ഇപ്പോൾ സ്ഫോടനം നടന്നിരിക്കുന്നു എന്നൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇസ്രയേലിലെ എല്ലാ പൗരന്മാർക്കും സുരക്ഷിത കേന്ദ്രങ്ങൾക്ക് സമീപം തന്നെ തുടരണമെന്നൊരു മുന്നറിയിപ്പുമൊക്കെ എന്തായാലും നൽകിയിട്ടുണ്ട്. ഇസ്രയേൽ ലക്ഷ്യമാക്കി മിസൈലുകൾ വരാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോൾ പൊതുജനങ്ങളെയൊക്കെ സജ്ജമാക്കി മുൻകരുതലുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലൊരു അപ്രതീക്ഷിതമായ ഒരു ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിയിലാക്കിയിരിക്കുകയാണ്, ഇറാനെ ആക്രമിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, ഇപ്പോൾ ഒരു അപ്രതീക്ഷിതമായ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. പശ്ചിമേഷ്യയെ മൊത്തത്തിലൊരു യുദ്ധഭീതിയിലാക്കിയിരിക്കുകയാണ്. ടെഹ്റാനിലും പലയിടങ്ങളിലുമായി ഇപ്പോൾ സ്ഫോടനം നടന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അരുണിമ, അപ്രതീക്ഷിതമായ ഒരു ആക്രമണമല്ല, മറിച്ച് തീർത്തും ആസന്നമായ അല്ലെങ്കിൽ ഏറെ ദിവസങ്ങളായി ഒരു യുദ്ധത്തിൻ്റെ വക്കത്തിരുന്നിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ സാഹചര്യം ഇപ്പോൾ അതിൻ്റെ പൂർണ്ണതയിലെത്തി എന്നാണ് നിലവിൽ 3 തവണയാണ് ഇറാന് നേരെ മിസൈൽ ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ടെഹ്റാനിൽ, അതായത് ഇറാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിലും അതുപോലെ തന്നെ ടെഹ്റാന് സമീപമുള്ള പ്രദേശങ്ങളിലും വലിയ രീതിയിൽ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുകയും അതുപോലെ തന്നെ പുക ഉയരുന്നതായി കാണുകയും ചെയ്തു എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ, അതായത് ഇറാനിലെ ഫാർസി മീഡിയ അല്ലെങ്കിൽ ഫാർസ് മീഡിയ എന്ന് പറയുന്ന സംസ്ഥാന മാധ്യമമായിട്ടുള്ള ഫാർസ് മീഡിയയെ ഉദ്ധരിച്ചുകൊണ്ട് മറ്റ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും യൂണിവേഴ്സിറ്റി സ്ട്രീറ്റ്, അതുപോലെ തന്നെ ജമൗരി ഏരിയ എന്നിവിടങ്ങളിലാണ് നിലവിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 3 തവണയാണ് എയർ സ്ട്രൈക്ക് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിന് മുന്നോടിയായി ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഇസ്രായേലിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലും ഇറാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലും സുരക്ഷാ സൈറണുകൾ മുഴക്കുകയും അതുപോലെ തന്നെ ആളുകളോട് സുരക്ഷിതമായിട്ടുള്ള ഷെൽട്ടറുകളിലേക്ക് മാറാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചിരുന്നു. നേരത്തെ തന്നെ ഇറാനും അതുപോലെ തന്നെ അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രകോപനം എന്നുള്ളതാണ് ഈ സമയത്ത് ഈ ഒരു വലിയ പ്രതിസന്ധിയായി മാറുന്നത്. പ്രത്യേകിച്ച് 3ാം ഘട്ട ചർച്ചകൾ അവസാനിച്ച് അടുത്ത ഘട്ട ചർച്ചകൾ തിങ്കളാഴ്ച വിയന്നയിൽ നടക്കാനിരിക്കെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനിടയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി, അതായത് ഇസ്രായേലിൻ്റെ സൈനിക പ്രതിരോധത്തിന് ഭീഷണിയാകാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇറാനിൽ നടക്കുന്നുണ്ടെങ്കിൽ അവയെ നേരത്തെ തന്നെ ഇല്ലാതാക്കും എന്ന് ഇസ്രായേൽ അറിയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി, അതായത് തങ്ങൾക്ക് നേരെയുള്ള ഭീഷണികളെ ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ഒരു ദൗത്യം അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നതാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അല്ലെങ്കിൽ ഇസ്രായേൽ പ്രതിരോധ സൈന്യം നൽകുന്ന വിശദീകരണം. അനുബന്ധ വിവരങ്ങളുമായി ലോറൻസ് ചേരും.
അരുണിമ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇറാൻ ഏതാണ്ട് ചർച്ചയ്ക്ക് തയ്യാറാണ്, അല്ലെങ്കിൽ ആണവ നിരായുധീകരണത്തിന് താങ്കൾ സന്നദ്ധമാണ് എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുമ്പോഴും ചില കാര്യങ്ങളിൽ തങ്ങൾക്ക് താല്പര്യമില്ല, അമേരിക്കയുടെ മുഴുവൻ താല്പര്യങ്ങൾക്കും തങ്ങൾ വഴങ്ങാൻ താല്പര്യമില്ല. അത് ബാലിസ്റ്റിക് മിസൈലിൻ്റെ വികസനം, ഇത്തരം കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇറാൻ ഫണ്ട് ചെയ്യുന്ന തീവ്രവാദികൾക്ക്, ഭീകര ഗ്രൂപ്പുകൾക്ക് ഇറാൻ ഫണ്ട് ചെയ്യുന്ന ഫണ്ടിങ് നിർത്തണം, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ അമേരിക്ക ചർച്ചയിൽ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അക്കാര്യങ്ങളിലൊന്നും വ്യക്തത തന്നെ ഒരു വ്യക്തമായ ഉറപ്പ് നൽകാതെ ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ആണവ സമ്പുഷ്ടീകരണങ്ങൾക്ക് തങ്ങൾക്ക് താല്പര്യമില്ല, ഇറാൻ്റെ പരമോന്നത നേതാവ് ഖമേനി അങ്ങനെ ഒരു ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആണവ സമ്പുഷ്ടീകരണത്തിന് തങ്ങൾക്ക് താല്പര്യമില്ല എന്നൊരു നിലപാടാണ് ചർച്ചയിൽ അറിയിച്ചത്. അതോടൊപ്പം തന്നെ ഇറാൻ്റെ കൈവശമുള്ള സമ്പുഷ്ടീകൃത ആണവ ശേഖരം അത് തങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറണമെന്നൊരാവശ്യം അമേരിക്ക മുന്നോട്ട് വെച്ചെങ്കിലും അതിന് ഇറാൻ തയ്യാറായില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ അതിനെ തുടർന്നാണ് ചർച്ച പുരോഗമിക്കുന്നത്. അതായത് ചില സാങ്കേതിക ചർച്ചകൾ, അതായത് ആണവ സമ്പുഷ്ടീകരണം നിർത്തുന്നതുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക ചർച്ചകൾ ജനീവയിൽ അടുത്ത ആഴ്ച നടക്കാനിരിക്കുകയാണ്. ഇന്ന് പെട്ടെന്ന് തന്നെ ട്രംപിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. ഇറാൻ അമേരിക്ക ചർച്ചകൾ തനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ താൻ തൃപ്തനല്ല, പക്ഷേ താൻ അവർക്ക് കുറച്ച് സമയം കൂടി നൽകുന്നു എന്നൊക്കെ ഉള്ള ഒരു പ്രഖ്യാപനം ട്രംപ് ഇന്നലെ രാത്രി നടത്തിയിരുന്നു. പക്ഷേ ഏതായാലും അമേരിക്കയുടെ അറിവോടുകൂടി തന്നെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ലോറൻസ്, ഇതിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അറ്റാക്ക് എന്ന നിലയ്ക്ക് പറയാൻ കഴിയുമോ? അതിന് മുൻപും ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിട്ടുള്ളത് അമേരിക്ക മുന്നോട്ട് വെച്ചൊരു കാത്തിരിക്കാതെ നേരെ കയറി ആക്രമിക്കുകയും പിന്നീട് അമേരിക്ക അതിനെ വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണവും സമാന സ്വഭാവം ആണോ? ബനേഷ്, ഇത് അപ്രതീക്ഷിത ആക്രമണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ കരുതിക്കൂട്ടി തന്നെ ഒരു തീരുമാനം എടുത്തിരുന്നു. അതായത് റിപ്പബ്ലിക്കൻ സെനറ്റർ തന്നെ പറഞ്ഞു, ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, അത് എപ്പോൾ നടപ്പാക്കണമെന്ന് ട്രംപ് തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ മൂന്നാം വട്ട ചർച്ച പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് അമേരിക്കയുടെ നിലപാട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക കുറച്ച് സമയം ഇറാന് നൽകുന്നു എന്ന് അമേരിക്ക പറഞ്ഞിരുന്നു എന്നതിൻ്റെ ഒരു പ്രധാന കാരണം അമേരിക്കയുടെ രണ്ട് വിമാനവാഹിനി കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് അടുപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രവും, അതോടൊപ്പം തന്നെ ഇസ്രായേലിന് സുരക്ഷ നൽകുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയും ഇതിന് പിന്നിൽ അമേരിക്കയുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ഫോർഡ് അപ്പോൾ ഇസ്രായേലിൻ്റെ തുറമുഖമായ ഹൈഫയിൽ നങ്കൂരമിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വിവരം. ഇറാന് നേരെയുള്ള ഏതൊരു ആക്രമണം ഇസ്രായേലിന് നേരെ ആയിരിക്കും ആദ്യത്തെ തിരിച്ചടി എന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ആദ്യം ആക്രമണം തുടങ്ങി വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഇസ്രായേലിന് മിസൈൽ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ ഇപ്പോൾ ഉടൻ തന്നെ ഉണ്ടാവാനാണ് സാധ്യത. കാരണം ഇറാൻ തിരിച്ചടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെ എല്ലാ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിന് നേരെയും ആക്രമണം ഉണ്ടാവും. ഇറാൻ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിൽ ഇപ്പോൾ അപായമണികൾ, സൈറണുകളെല്ലാം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഇസ്രായേൽ ഇറാന് നേരെ നടത്തുമ്പോൾ തിരിച്ചൊരു ആക്രമണം ഉണ്ടാവുമെന്നുള്ള രീതിയിൽ സൈറണുകൾ മുഴക്കാറുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇറാൻ യുദ്ധസന്നമാണ് അല്ലെങ്കിൽ യുദ്ധസജ്ജമാണ് എന്നുള്ള തിരിച്ചറിവ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രായേലിൽ ഉടനീളം മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന സൈറണുകൾ കൃത്യമായിട്ടും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് വിചാരിക്കാവുന്നതാണോ? ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേലിന് ഇറാൻ ആക്രമിക്കുമെന്ന് ഇസ്രായേലിന് തീർച്ചയായിട്ടും ഇന്റലിജൻസ് വിവരങ്ങളെല്ലാം തന്നെ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അപായമണികൾ മുഴങ്ങിയിരിക്കുന്നത്. ആളുകളോട് ബങ്കറുകളിലേക്ക് നീങ്ങാൻ നിർദ്ദേശിച്ചിരുന്നു. ഏത് സമയം ഇസ്രായേലിലെ പ്രമുഖ നഗരങ്ങളിലും ഉൾപ്പെടെ ഇറാന്റെ മിസൈലുകൾ പതിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇറാന്റെ കൈവശം സൂപ്പർസോണിക് മിസൈലുകളടക്കമുള്ള വിവരം അമേരിക്കയ്ക്കും ഇസ്രായേലിനും അറിയാം. അതുകൊണ്ട് തന്നെ ഏത് സമയം ഇസ്രായേലിലും അതോടൊപ്പം തന്നെ അമേരിക്കൻ താവളങ്ങളിലും എല്ലാം തന്നെ അമേരിക്കയുടെ ഗൾഫ് മേഖലകളിൽ അമേരിക്കയുടെ എല്ലാ താവളങ്ങളിലും ഏതെങ്കിലുമൊക്കെ താവളങ്ങളെ ഇറാൻ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. ഇറാൻ അതിനുള്ള ആയുധശേഷിയുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ബനേഷ്, ലോറൻസ്, പരിശുദ്ധ റമദാന്റെ ഒരു കാലമാണ്. കേരളത്തെ സംബന്ധിച്ചിട്ടൊക്കെ ആ രീതിയിൽ അങ്ങേയറ്റം വിശുദ്ധമായിട്ടുള്ള ഒരു മാസാചരണം ആചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് ഇറാന് നേരെയുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ അമേരിക്ക ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സാമ്പത്തിക ജീവിതത്തെ, പെട്രോൾ വില അടക്കമുള്ളവ ഉണ്ടാകുമെന്നുള്ളൊരു ഭയപ്പാടുണ്ടായിരുന്നു. ഇപ്പോൾ ഇസ്രായേലാണ് ആക്രമിച്ചിരിക്കുന്നതെങ്കിലും ഇസ്രായേലിൻ്റെ ആക്രമണം എന്ന് പറയുന്നത് കൃത്യമായിട്ടും അമേരിക്കയുടെ ആക്രമണം തന്നെയായിട്ട് കരുതപ്പെടുകയും ചെയ്യാം. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ അല്ലെങ്കിൽ ഏഷ്യയിൽ തന്നെ ഏതൊക്കെ രീതിയിലുള്ള ഒരു സാമ്പത്തിക മാറ്റങ്ങൾക്കും വിലക്കയറ്റത്തിന് നമുക്ക് ഇടയാക്കുമെന്നാണ് ഭയപ്പെടേണ്ടത്. ബനേഷ്, ഏഷ്യയിൽ നിന്ന് മാത്രമല്ല ആഗോളതലത്തിൽ പെട്രോളിൻ്റെ വില ക്രൂഡ് ഓയിലിൻ്റെ വില ഉടൻ തന്നെ കുതിച്ചു കയറുമെന്നാണ് നമ്മൾ കരുതേണ്ടത്. കാരണം ഇറാൻ്റെ കൈവശത്തിലാണ് ഹോർമൂസ് കടലിടുക്ക്.
കടലെടുക്കിയിരിക്കുന്നത്. അതായത് ലോകത്തെ എണ്ണ നീക്കത്തിൻ്റെ 20-25% ഈ ഹോർമൂസ് കടലെടുക്കിലൂടെയാണ് നീക്കുന്നത്. ഭാഗികമായും ഈ ഇറാൻ ഈ ഹോർമൂസ് കടലെടുക്ക് അടച്ച് സൈനിക അഭ്യാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതോടുകൂടി തന്നെ ഹോർമൂസ് കടലെടുക്ക് പൂർണ്ണമായും അടയ്ക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ പെട്രോളിൻ്റെ ക്രൂഡ് ഓയിലിൻ്റെ വില ഇപ്പോൾ തന്നെ $80 ഇപ്പോൾ നിലവിലുള്ളത്. അത് $100 മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾക്ക് ക്രൂഡ് ഓയിലിൽ വലിയ വിലക്കയറ്റം ഉണ്ടാകും. അത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും വലിയ പ്രതിസന്ധിയായി മാറുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ സ്വർണ്ണ വിലയും കുതിച്ചു കയറുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ശരി, വ്യക്തമാണ്. ഇറാനെതിരെ ഇപ്പോൾ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ടെഹ്റാനിലും മറ്റ് വിവിധ ഇടങ്ങളിലും സ്ഫോടനങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ് കിരീടങ്ങളിൽ നിന്നൊക്കെ പുകയുയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. വലിയ രീതിയിലുള്ള ജാഗ്രതയാണ് പൊതുജനങ്ങൾക്ക് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇസ്രായേൽ വ്യോമയാന പാതകളൊക്കെ അടച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സ്ഫോടനമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തൊഴിലിടങ്ങളും സ്കൂളുകളുമൊക്കെ ഇപ്പോൾ അടച്ചിട്ടുണ്ട്. ആളുകളോട് ബങ്കറുകളിൽ തുടരാനാണ് ഇപ്പോൾ ആളുകൾക്ക് നൽകുന്ന നിർദ്ദേശം തന്നെ. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സ്കൂളുകളും ബങ്കറുകളും ഒക്കെ അടച്ചിട്ടുണ്ട്. ടെഹ്റാനിന്റെ വിവിധ ഭാഗങ്ങൾ ഇപ്പോൾ തലസ്ഥാനമായിട്ടുള്ള തെഹ്റാനിൽ വൻ സ്ഫോടനമാണ് നടന്നത്. ആ സ്ഫോടനം നടന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് കേരള വിഷൻ ന്യൂസിലൂടെയും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുൻകരുതലിൻ്റെ ഭാഗമായിട്ടാണ് ഇറാന് നേരെ ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത്. US ഇസ്രായേൽ സംയുക്ത ആക്രമണമാണ് നടത്തിയത് എന്നാണ് ഇസ്രായേലിലെ ചാനൽ 12 റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഏകപക്ഷീയമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ആക്രമണമല്ല, മറിച്ച് US ഇസ്രായേൽ സംയുക്ത ആക്രമണമാണ് നടത്തിയതെന്ന് ഇസ്രായേലിൻ്റെ ചാനൽ 12 റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ പ്രസിഡന്റിൻ്റെ വസതിയും ഒപ്പം തന്നെ ആയുധ കേന്ദ്രങ്ങളും ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ആക്രമണം ഇപ്പോൾ നടന്നിട്ടുള്ളത്. ബനേഷ് നമ്മൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇറാനെ ആക്രമിക്കുന്നതിനും ഇസ്രായേലിനും അമേരിക്കയ്ക്കുമുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ വന്ന് ആണവ കേന്ദ്രങ്ങൾ തകർക്കുക, അതോടൊപ്പം തന്നെ മിസൈൽ കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ തകർക്കുക, ആണവ കേന്ദ്രങ്ങൾ തകർക്കുക, അതോടൊപ്പം തന്നെ ഇറാനിലെ പുരോഹിത ഭരണകൂടത്തെ ഇല്ലായ്മ ചെയ്യുക. അതിനുള്ള ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട വിവരമാണ് ഇറാനിൽ ഖമനേയി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ വാസസ്ഥലങ്ങളും അല്ലെങ്കിൽ അവരുടെ ഓഫീസുകൾ ഉൾപ്പെടുന്ന കെട്ടിടത്തിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറാൻ ഭരണകൂടത്തെ, അതായത് ഖമനേയിയെ ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഹിസ്ബുള്ള നേതൃത്വത്തെയും അതുപോലെ തന്നെ ഹമാസ് നേതൃത്വത്തെയും ഇല്ലാതാക്കിയതുപോലെ തന്നെ ഇറാനിലെ പരമോന്നത നേതാവായ ഖമനേയിയെ ഇസ്രായേൽ വധിക്കാൻ ശ്രമിക്കുന്നു. അതിന് മുൻഗണന നൽകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു അജണ്ട അവർക്കുണ്ട്, അത് നടപ്പാക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇതിനോട് കൂട്ടിച്ചേർക്കാവുന്ന കാര്യം, ഇറാൻ ഇതിനോട് എങ്ങനെയാണ് ഇനി പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ കരുതലോടുകൂടിയാണ് അത് കാണേണ്ടത്. ലോകം അതിനോട് പ്രതികരിക്കേണ്ടതുമായ രീതിയിൽ തന്നെയാണ്. കാരണം ഇത് റഷ്യ യുക്രൈൻ യുദ്ധം പോലെയോ അല്ലെങ്കിൽ പശ്ചിമേഷ്യ ഗാസ ഇസ്രായേൽ അധിനിവേശ യുദ്ധം പോലെയോ അല്ല, മറിച്ച് ഇത് അതിതീവ്രമായിട്ടുള്ള ഒന്നായിട്ട് മാറും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രത്യാക്രമണം എന്ന് പറയുന്നത്. അത് ഇതിനു മുൻപ് ലോകം കണ്ടിട്ടുള്ള ഇപ്പോൾ ഈ സമകാലീന അവസ്ഥയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റ് യുദ്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതിന് യുദ്ധമെന്ന് പറയാറായിട്ടില്ല, പക്ഷേ അത് ആ രീതിയിലാവരുത് എന്നാണ് ലോകം മുഴുവൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഇതുവരെയും ഈ ആക്രമണത്തോട് പ്രതികരിച്ചിട്ടില്ല. ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ ആക്രമണത്തിന്റെ പിന്നാലെ നേരത്തെ ലോറൻസ് റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ വ്യോമപാത ഇസ്രായേൽ അടച്ചിരിക്കുകയാണ്. പുതിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ പൊതുജനം വിമാനത്താവളങ്ങളിലേക്കൊന്നും വരരുത് എന്ന് ഇസ്രായേലിന്റെ ഗതാഗത വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അടിയന്തര സേവനം ഒഴികെ സ്കൂളുകളും ഓഫീസുകളും മറ്റ് സേവനങ്ങളും എല്ലാം താൽക്കാലികമായിട്ട് അടച്ചിരിക്കുകയാണ്. ഇസ്രായേലിലുടനീളം ഇപ്പോഴും അപായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിലവിൽ ഷെൽട്ടറുകളിലേക്ക് പോകേണ്ടതില്ല എന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുള്ളതെങ്കിലും അതുമായി ബന്ധപ്പെട്ട അടുത്ത അറിയിപ്പ് ഒരു പക്ഷേ ഉണ്ടായി എന്നും വന്നേക്കാം. ലോറൻസ്, ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്താണ് നടപടി എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ലോക മാധ്യമങ്ങൾക്കോ ആർക്കും തന്നെ വലിയ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എങ്കിൽ പോലും ഇറാൻ ഹോർമൂസ് കടലിടുക്ക് ഭാഗികമായി അടച്ചിരുന്നു. ഇറാൻ ഇസ്രായേലിന്റെ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഗൾഫ് തീരത്തേക്ക് നീങ്ങിയതോടുകൂടി തന്നെ ഒരു തിരിച്ചടി അല്ലെങ്കിൽ പ്രതിരോധം എന്ന നിലയിൽ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചിരുന്നു. കാരണം ലോകത്തെ എണ്ണ ഉൽപ്പാദനത്തിൻ്റെയും അതുപോലെ എണ്ണ ഉൽപ്പാദനം കൂടുതൽ നടക്കുന്നത് ഗൾഫ് മേഖലയിലാണ്. അവിടെ നിന്നുള്ള എണ്ണ നീക്കം പ്രധാനമായി ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് നടക്കുന്നത്. അതായത് ചരക്ക് കപ്പലുകളും എല്ലാം തന്നെ ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് എണ്ണയുമായി പോകുന്നത്. ഏതാണ്ട് ലോകത്തെ എണ്ണ നീക്കത്തിൻ്റെ 30% ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും അടയ്ക്കാനുള്ള സാധ്യത
നടപടിയാണ് ഇപ്പോൾ ആദ്യമായി കാണുന്നത്. അങ്ങനെ ഒരു നീക്കം ഇറാൻ നടത്തും. കാരണം ലോകമെമ്പാടും അവർക്ക് പിടിച്ചു നിൽക്കാൻ ഏക മാർഗം ഇത് മാത്രമേ ഉള്ളൂ. ഇറാൻ അതായത് എണ്ണയുടെ നീക്കം തടയുക എന്നുള്ളതാണ്. അത് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഒരു അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹോർമൂസ് കടലിലൂടെയുള്ള എണ്ണ നീക്കം പൂർണ്ണമായും തടയുക എന്നുള്ളതായിരിക്കും ഇറാൻ്റെ ഭാഗത്തുനിന്നുള്ള ആദ്യ നടപടി. അതിനുശേഷമായിരിക്കും അമേരിക്കയ്ക്ക് ഗൾഫ് മേഖലയിൽ 13ഓളം സൈനിക കേന്ദ്രങ്ങളുണ്ട്. ഇറാൻ അതുപോലെ ഇറാഖ്, ഖത്തർ, ഒമാൻ, അതുപോലെ തന്നെ കുവൈറ്റ്, ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ ബഹ്റൈൻ, ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ അമേരിക്ക ശക്തമായ സൈനിക സാന്നിധ്യമുണ്ട്. ഇവിടങ്ങളിലെല്ലാം തന്നെ ഇറാനെ ആക്രമിക്കുന്നതിൻ്റെ ഭാഗമായി അമേരിക്ക വലിയ പ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 13ഓളം യുദ്ധക്കപ്പലുകൾ, അതായത് 2 വിമാനവാഹിനി കപ്പലുകൾ കൂടാതെ മിസൈൽ നശീകരണികൾ ഉൾപ്പെടെ ആണവ അന്തർവാഹിനികൾ ഉൾപ്പെടെ ഏതാണ്ട് 13 യുദ്ധക്കപ്പലുകളും അടങ്ങുന്ന വലിയൊരു സൈനിക വ്യൂഹത്തെയാണ് ഇറാനെതിരെ അമേരിക്ക അണിനിരത്തിയിരിക്കുന്നത്. ഒമാൻ തീരത്ത്, അതായത് ഇറാൻ തീരത്ത് നിന്ന് ഏതാണ്ട് 800 കിലോമീറ്റർ അകലെയാണ് ഈ എബ്രഹാം ലിങ്കൺ എന്ന USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലുള്ളത്. ഇതിൽ തന്നെ ഏതാണ്ട് 200ഓളം യുദ്ധവിമാനങ്ങളുണ്ട്. ഏതായാലും വിമാനവാഹിനി കപ്പലുകളിലുള്ള ആക്രമണം ഇപ്പോൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതുടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇറാനെ ഒറ്റയടിക്ക് ഒരു തരത്തിലും പ്രതികരിക്കാനാവാത്ത വിധം ഒറ്റയടിക്ക് നിർവീര്യമാക്കുക എന്നുള്ള ഒരു തന്ത്രമായിരിക്കും ഒരുപക്ഷെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം തുടങ്ങി വെച്ചിരിക്കുന്നത്. വിമാനവാഹിനി കപ്പലുകളിൽ നിന്നുള്ള ആക്രമണം ഉടൻ തന്നെ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇറാൻ ഒരു സൂചന നൽകിയിരിക്കുന്നു എന്നും കൂടി വേണമെങ്കിൽ നമുക്ക് കരുതാം.